ചെയ്യാൻ പോകുന്നത് ചിക്കൻ കബാബാണ്. gram ചിക്കൻ, ബോൺലെസ് ചിക്കൻ, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ ടിക്ക മസാല, ലൈം ജ്യൂസ് 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഒരു പീസ് ബ്രെഡ്, എണ്ണ. സാധാരണ ചിക്കൻ കബാബ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബോൺ മാറ്റി എല്ലാം മാറ്റിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകിൽ ഗ്രില്ല് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ തന്തൂർ അടുപ്പിൽ കനലിൽ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ കബാബ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മൾ കബാബ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറേ കാര്യങ്ങൾ ചേർക്കാറുണ്ട്. ചിക്കൻ അരച്ചതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ വിനീഗർ, ഓയിൽ, മുട്ട, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സാറാസ് ചിക്കൻ ടിക്ക മസാല വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നും ചേർക്കാനില്ല. കുറച്ച് ലൈം ജ്യൂസ്, ബ്രെഡ് മാത്രമേ ചേർക്കുന്നുള്ളൂ എക്സ്ട്രാ. ബാക്കി ഈ ഒരു കറി മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചിക്കൻ 250 gram ചിക്കൻ എല്ലാം മാറ്റിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ്. വെള്ളം ചേർക്കാതെ, വേവിക്കാതെ, പച്ച ഇറച്ചി തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്ക് ഇതേപോലെ തന്നെ ബീഫും ചെയ്യാൻ പറ്റും. ബീഫും മട്ടനൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കബാബ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ചെറുതായി ഒന്ന് ചുരുങ്ങിപ്പോകും. ചിക്കൻ ആകുമ്പോൾ അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. ലൈം ജ്യൂസ് ചേർക്കാം, ഒരു 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. ഇനി ചേർക്കാൻ പോകുന്നത് സാറാസ് ചിക്കൻ ടിക്ക മസാല, ഇതൊരു 1.5 ടേബിൾ സ്പൂൺ. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു 1/2 കിലോ ചിക്കനിലേക്കുള്ള ഒരു ഗ്രേവിയാണ് ഈ ഒരു പാക്കറ്റിലുള്ളത്. അത് നമ്മൾ കുറച്ച് ചിക്കൻ സ്റ്റോക്ക്, ഒരു കപ്പ് ചിക്കൻ വേവിച്ച വെള്ളത്തിൽ 1/2 കിലോ ചിക്കൻ ഈ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് വേവിച്ച് തിളപ്പിച്ച് അത് കുറുക്കിയെടുക്കുമ്പോഴേക്ക് ചിക്കൻ ടിക്ക മസാലയാവും. നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ആ മസാല വെച്ചിട്ട് ചെയ്യുന്നത് ചിക്കൻ കബാബാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാല, സാറാസ് ചിക്കൻ ടിക്ക മസാലയുടെ കൂട്ടാണ്. അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്കും നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചേർക്കാനുള്ളത് ഒരു പീസ് ബ്രെഡ് വേണം. അത് ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തിയിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബ്രെഡ് വെള്ളത്തിൽ കുതിർത്തിയതാണ്. അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയണം. പിന്നെ നമുക്ക് ഇറച്ചി മാത്രമായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായി പോകും. അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ചേർക്കുന്നത്. 250 gram എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ് മതി. അപ്പോൾ വെള്ളമെല്ലാം കളഞ്ഞു ഇങ്ങനെ ഇത് ഒന്ന് ഉതിർത്തിയിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് 250 gram ചിക്കൻ ഉണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്തു, 1.5 ടേബിൾ സ്പൂൺ സാറാസ് ചിക്കൻ ടിക്ക മസാല ചേർത്തു, ഒരു പീസ് ബ്രെഡ്, പിന്നെ നമ്മൾ ഉപ്പ്, ബാക്കിയെല്ലാം ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഒട്ടും അതെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മിക്സിയിൽ അരച്ചാൽ മതി. നമ്മുടെ ചെറിയ ജാറിൽ ഇട്ട് അരച്ചാൽ മതി. ചെറിയ പീസസ് ആക്കിയിട്ട് എല്ല് മാറ്റിയിട്ട് ചെറിയ പീസ് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. വേവിക്കരുത്. വേവിക്കാതെ പച്ച ഇറച്ചി അരച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്തു. നന്നായിട്ട് കുഴച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് ഫ്രൈ ചെയ്താലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലെടുക്കുക. എന്നിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് നമ്മളിപ്പോൾ ബീഫിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിലും കുറച്ചും കൂടെ വലിപ്പം എടുക്കണം. ചുരുങ്ങി പോകുന്നതുകൊണ്ട്. ചിക്കൻ ആകുമ്പോൾ പിന്നെ ആ ചുരുങ്ങുന്ന പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതേ സൈസിൽ തന്നെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇടാം. ബാക്കിയുള്ള കൂട്ട് വെച്ച് ഇതേപോലെ ഉണ്ടാക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ല അരഞ്ഞ് എല്ലാം ഇതിൽ പീസസ് ഒന്നും വരുന്നില്ല. ചിക്കൻ ടിക്ക മസാല നല്ല ടേസ്റ്റാണ്. ചിക്കൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബ്രെഡ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തത് കൊണ്ട് അത് നല്ല സോഫ്റ്റാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ കബാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഈ ഒരു ഷേപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. കബാബ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ നീളത്തിൽ ആണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അത് ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇട്ട് അധികം ഇളക്കരുത്. ഒന്നായി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആദ്യം ഇട്ടതെല്ലാം ആയി വരുന്നുണ്ട്. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ചിലതെല്ലാം ആദ്യം ഇട്ടതല്ല, അതെല്ലാം കോരി മാറ്റാം. ആയതെല്ലാം നമുക്ക് ആദ്യം ഇട്ടതെല്ലാം ആയിട്ടുണ്ട്, അതെല്ലാം കോരി മാറ്റാം. ചിക്കൻ കബാബ് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഒരു ടൊമാറ്റോ പീസ് വയ്ക്കാം, പിന്നെ ഒരു പീസ് കക്കരിക്ക, പിന്നെ ഒരു ക്യാരറ്റ്. നമ്മളുണ്ടാക്കിയിട്ടുള്ള കബാബ്, വീണ്ടും ഒരു തക്കാളി, നല്ല കളർഫുള്ളായിട്ടുണ്ടാവും. ഇങ്ങനത്തെ സ്റ്റിക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇത് സ്റ്റിക്കിലാണ് നമ്മൾ കബാബ് ചെയ്യേണ്ടത്. നല്ല സ്റ്റിക്ക് കിട്ടി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ചിക്കൻ കബാബ് ഉണ്ടായിക്കഴിഞ്ഞു. നല്ലൊരു സ്നാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സാറാസ് ചിക്കൻ ടിക്ക മസാല ഗ്രേവി മിക്സ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാൻ മെനക്കെടാതെ അത് മാത്രം ചേർത്തിട്ട് നമുക്ക് ചിക്കൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കബാബ്.